ലോകമെമ്പാടുമുള്ള ഗ്രാമീണ ദരിദ്ര മേഖലകളുടെ ജീവിതത്തിന് സമൂലമായ മാറ്റം വരുത്തിയ സംവിധാനമാണ് കോഓപ്പറേറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ ചർച്ച പലപ്പോഴും എത്തിപ്പെടുന്നത് ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമാണ് എന്ന തലത്തിലേക്ക് ചർച്ച പലപ്പോഴും പോവാറുണ്ട്. നോക്കൂ, ഭാരതത്തിൻ്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ 98% അത് ഡയറി ആയാലും ഫോറസ്ട്രി ആയാലും ഹൗസിംഗ് ആയാലും അഗ്രികൾച്ചർ ആയാലും വ്യത്യസ്തങ്ങളായ മേഖലകളിൽ സ്വാധീനം ചെലുത്തുന്ന വലിയൊരു മേഖലയാണ് യഥാർത്ഥത്തിൽ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷേ അതിൽ നിന്നുള്ള ചെറിയൊരു വ്യത്യസ്തമായി നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ ബഹുഭൂരിപക്ഷവും നിയന്ത്രിക്കുന്നത് പാർട്ടിയും പാർട്ടിയുടെ മാടമ്പിമാരുമാണ് എന്നുള്ളതാണ്. ഇത്തരത്തിൽ കേരളത്തിലെ സഹകരണ സംഘങ്ങളുടെ ചില പ്രവർത്തനങ്ങളെക്കുറിച്ച് ചില മുൻകരുതലുകൾ ആവശ്യമാണ്, ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ്, ചില പരിശോധനകൾ ആവശ്യമാണ്, നിക്ഷേപകർക്ക് ചില സംരക്ഷണം നൽകേണ്ടത് ആവശ്യമാണ് എന്നുള്ള ചില ആവശ്യങ്ങളെയാണ് നമ്മൾ കേരളത്തെ സഹകരണ സ്ഥാപനങ്ങളെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മൾ ബഹളം വയ്ക്കാറ്. ഞാൻ ആമുഖമായിട്ട് ഇത്രയും പറഞ്ഞത് കേരളത്തിൽ മാത്രമുള്ള പ്രസ്ഥാനമല്ല, കേരളത്തിൻ്റെ പുറത്ത് ഇന്ത്യ രാജ്യത്തും ലോകമെമ്പാടും വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പരിസമാപ്തിയാണ് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, കേരളത്തിലെ 75% സഹകരണ സ്ഥാപനങ്ങളെയും നിയന്ത്രിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയോ ഇടതുപക്ഷ അനുബന്ധ പ്രസ്ഥാനങ്ങളോ ആണ്. അത് വർഷങ്ങളായിട്ട് അവിടെ പ്രവർത്തനം പരിശോധിച്ചാൽ അറിയാം. നിക്ഷേപകർക്കുള്ള സംരക്ഷണമല്ല, പലപ്പോഴും പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരോ പാർട്ടിക്ക് ഇംഗിതത്തിന് താളത്തിന് തുള്ളുന്നവരോ ഉള്ള കള്ളപ്പണം ഒളിപ്പിച്ചു വെക്കുന്നതിനുള്ള കേന്ദ്രങ്ങളാണ്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് അന്യായമായ പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പാവപ്പെട്ട സഹോദരൻ്റെ മരണത്തെക്കുറിച്ച് വേവലാതിപ്പെടുമ്പോഴും നമ്മൾ ആത്യന്തികമായി ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് കേരളത്തിലെ സഹകരണ സംഘങ്ങളിൽ ഇത്തരമൊരു ദുസ്ഥിതി ഉണ്ടാകുന്നത്? അത് നേരായ മാർഗത്തിലൂടെ നടന്നാൽ ഒരിക്കലും കേരളത്തിലെ ഒരു സഹകരണ സ്ഥാപനത്തിലും ഞാൻ പറയും ഇത്തരമൊരു തകർച്ച സാധ്യമല്ല. സഹകരണ സ്ഥാപനങ്ങളെ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിച്ച് നടത്തിപ്പുകാരുടെ ഇംഗിതത്തിന് വേണ്ടിയിട്ടുള്ള അസാൻമാർഗികവും അന്യായവുമായ പ്രവർത്തനങ്ങൾക്ക് ഉടപിടിക്കുന്നതിൻ്റെ കാരണമല്ലേ ഉണ്ടത്? അത് പരിശോധിക്കുക. അത് സ്വാഭാവികമായിട്ടും ആരുടെ ഭരണത്തിലും ഏതൊരു സംവിധാനത്തിലും ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ സാധ്യതയുണ്ട് എന്ന് ഞാൻ തള്ളിക്കളയില്ല. സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ അത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടാകും. അവരൊക്കെ ഇത്തരം ഡയറക്ടർമാരും ആളുകളൊക്കെ ആയിട്ട് വരും. അത് വരാതിരിക്കുക എന്നുള്ളതല്ല, വരുന്നതിനെ തടയുക, കണ്ടുപിടിക്കുക, തടസ്സപ്പെടുത്തുക. ശ്രീ ടി പി ജയേന്ദ്ര മാസ്റ്റർ, ഇതിപ്പോ ഒരു സഹകാരി, ഒരു മനുഷ്യൻ, ഒരു നിക്ഷേപകൻ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അതൊരു മാനുഷിക പ്രശ്നമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ അടക്കം നമുക്ക് ഈ ദിവസം വിളിച്ചിരുത്തേണ്ടി വന്നതും ആ വിഷയത്തിൽ സംസാരിക്കേണ്ടിയും ഒക്കെ വന്നത്. ഇത് ഈ ഭരണസമിതിയുടെ പ്രശ്നമാണ്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ മുഴുവൻ ഈ പറയുന്ന സഹകരണ മേഖലയൊന്നും നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തി ഇതേപോലെയാണെന്ന് പറയാൻ കഴിയില്ല. ശരിയാണ്, പുഴുക്കുത്തുകൾ ഏറെയുണ്ട്. നമ്മൾ കരുവന്നൂരിൽ കണ്ടിട്ടുണ്ട്, നമ്മൾ പലയിടങ്ങളിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്ഥാപനവും കെടുകാര്യസ്ഥതയും ഇല്ലെങ്കിൽ നശിച്ചു പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അഴിമതിയില്ല എന്ന് നശിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവകാശപ്പെടാൻ അത്തരം ഭരണസമിതികളും അത്തരം സഹകരണ സ്ഥാപനങ്ങളും കേരളത്തിലുണ്ട്. അതിന്റെ പട്ടിക എണ്ണി പറയാൻ നിന്നാൽ എല്ലാവർക്കും അതുമായിട്ട് ബുദ്ധിമുട്ടും ഉണ്ടാകും. അതിലേക്ക് പോവുക എന്ന് പറയുന്നത് ഈ ദിവസം നമ്മൾ ആ മനുഷ്യനോടും അയാൾ സഹിക്കേണ്ടി വന്നതിനോടും ചെയ്യുന്ന ഒരു ഒരു ന്യായമാകില്ല. മാധുവിൻ്റെ വാക്കുകളെ ബഹുമാന പുരസ്സരം ഞാൻ അംഗീകരിക്കുന്നു. മാധു, ഇത് ആദ്യമാണോ കേരളത്തിൽ? നോക്കൂ, 70 വയസ്സുള്ള ഫിനോമിന ദേവസ്യ തൻ്റെ ജീവിത സമ്പാദ്യം മുഴുവൻ ഒരു ബാങ്കിൽ നിക്ഷേപിച്ച് തൻ്റെ അസുഖം വന്നപ്പോൾ ചികിത്സിക്കാൻ വേണ്ടി ആ ബാങ്കിനെ സമീപിച്ചപ്പോൾ നിങ്ങൾ മറന്നുപോയോ എന്ന് എനിക്കറിയില്ല. 19 വയസ്സുള്ള ഒരു മനുഷ്യൻ ചങ്കുപൊട്ടി നിലവിളിക്കുന്നത് കേരളം കണ്ടതാണ്. മാധു, അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഇത് ആദ്യമാണോ കേരളത്തിൽ? നോക്കൂ, 164 സഹകരണ സ്ഥാപനങ്ങൾക്ക് നിക്ഷേപകർക്ക് സമയത്തിന് പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ നടപടികളും അന്വേഷണങ്ങളും പരാതികളുമായിട്ട് കേരളത്തിലുണ്ട് എന്ന വസ്തുത നമുക്ക് മറച്ചു വെക്കാൻ സാധിക്കുമോ? 399 സഹകരണ സ്ഥാപനങ്ങൾ കേരളത്തിൽ അന്യായമായ സാമ്പത്തിക സമാഹരണം, ബിനാമി സ്വത്തുക്കളിൽ പണം നിക്ഷേപിക്കൽ, കള്ളപ്പണം ഒളിപ്പിക്കൽ, രാജ്യത്തെ നിയമം അനുശാസിക്കുന്നതിന് വിഭിന്നമായ നിക്ഷേപം സ്വീകരിക്കൽ, ജീവനക്കാരെ നിശ്ചയിക്കൽ എന്നതിൻ്റെ പേരിലുണ്ടോ? അവിടെ ഒന്നുമല്ല മാധു നമ്മൾ ചിന്തിക്കേണ്ടത്. വാസവനും കേരളത്തിലെ മുഖ്യമന്ത്രിയും ആഴികയ്ക്ക് 40 വട്ടം കേരളത്തിലെ നിക്ഷേപകരെ സംരക്ഷിക്കലാണ് നടപടികൾ എന്ന് പറയുമ്പോഴാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മാധു ഇതിൻ്റെ തകർച്ചയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാത്തത്? ലോകമാസകലം വിജയിച്ച അല്ലെങ്കിൽ കേരളത്തിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്ന
എന്തുകൊണ്ട് വിരലെണ്ണാവുന്നതാണെങ്കിലും ഒരു ന്യൂനപക്ഷമാണെങ്കിലും 10% അതിൽ താഴെയാണെങ്കിലും ഇത്തരം സഹകരണ സ്ഥാപനങ്ങളുടെ വഴിയുടെ ഗതി തെറ്റാണെന്ന് കാണുമ്പോൾ പരിശോധിക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ലേ? ഓഡിറ്റുകൾ കൃത്യസമയത്ത് നടക്കുന്നുണ്ടോ? നോക്കൂ, ഞാൻ പേരെഴുതി പറയുന്നില്ല. ഒരു സഹകരണ സ്ഥാപനത്തിലെ ഒരു മുൻ മാനേജർ സ്വന്തം 2 പെൺമക്കളുടെ പേരിൽ 6 ലോണാണ് എടുത്തിരിക്കുന്നത്. 8.36 കോടി രൂപ. മാധു, ഒരു സഹകരണ സ്ഥാപനത്തിലെ ഒരു 2 പേരുടെ പേരിൽ 7 ലോണുകൾ ഇങ്ങനെ ആവശ്യമായ സംവിധാനങ്ങളില്ലാതെ കൊടുത്തിട്ട് 2005 മുതൽ 2021 വരെ നടന്ന പ്രവർത്തനമാണ്. ഞാൻ ബാങ്കിൻ്റെ പേരൊന്നും പറയുന്നില്ല. മറ്റൊരു അതേ ബാങ്കിൽ സ്വന്തം സിസ്റ്റർ ഇൻ ലോയുടെ പേരിൽ 6 ലോണുകളാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ എടുക്കുമ്പോഴുള്ള ധൈര്യം എന്താണ്? ഇതിനാവശ്യമായ സെക്യൂരിറ്റി നൽകിയിട്ടില്ല. ഇത് ബാങ്ക് എന്ത് വിചാരിച്ചാലും തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല. ബാങ്കുകളെ വിശ്വസിച്ച് അവിടെ നിക്ഷേപിക്കുന്ന ഈ പാവപ്പെട്ട എന്താ പറയുക, ജീവിതത്തിൻ്റെ സായം നാളുകളിൽ തങ്ങൾക്ക് ആശ്രയമാകുമെന്ന് വിശ്വസിച്ചിടത്തേക്ക് അവർ ചെല്ലുമ്പോൾ ഇന്ന് നമ്മൾ ഓഡിറ്റൊക്കെ നടക്കുന്നുണ്ട്. ക്രമക്കേട് ചൂണ്ടിക്കാണിച്ച ഓഡിറ്റർ ഗീതാകുമാരിക്ക് ഭരണസമിതിയോട് അനുമതി വാങ്ങാതെ ഇത്തരമൊരു റിപ്പോർട്ട് നൽകിയെന്ന പേരിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതാണ് സംവിധാനം എന്ന് പറയുന്നത്. അതായത് ഒരു ഭരണസമിതിക്കെതിരെ ക്രമക്കേട് ഉന്നയിക്കണമെങ്കിൽ ഭരണസമിതിയുടെ അനുമതി വാങ്ങണം എന്നുള്ളത് അടക്കമൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്ന രീതികൾ എന്ന് പറയുന്നത്.